നമസ്കാരം. ഇപ്പോൾ മധ്യപൂർവേഷ്യയിൽ ഏതാണ്ട് അയഞ്ഞു വരുന്നൊരു സംഘർഷത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. അതിനൊക്കെ മുൻപ് ഏറെക്കാലമായി ഇറാന് മേൽ അമേരിക്ക വലിയ ഉപരോധങ്ങൾ ചുമത്തിയിരുന്നു. ഇറാൻ്റെ എണ്ണ മറ്റ് രാജ്യങ്ങൾക്ക് വിൽക്കുന്നതിൽ നിന്നും ആ വിൽക്കുന്ന എണ്ണയുടെ പണമായി, എണ്ണയുടെ പ്രതിഫലമായി പണം വാങ്ങുന്ന സംവിധാനങ്ങളുടെ മേലും ഒക്കെ അമേരിക്ക ശക്തമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. സാമ്പത്തികമായി ഇറാനെ പൂർണ്ണമായി ഞെരുക്കുന്നൊരു രീതി അമേരിക്ക കൈക്കൊണ്ടുവന്നിരുന്നു. നേരിട്ടുള്ള ആക്രമണങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് സാമ്പത്തികമായിട്ട് എല്ലാ തരത്തിലും ഇറാനെ വരിഞ്ഞു മുറുക്കുക എന്നുള്ളൊരു നയമായിരുന്നു അമേരിക്കയെ സംബന്ധിച്ച് ഏറ്റവും പ്രസക്തമായിട്ടുള്ള യുദ്ധതന്ത്രം. ആ യുദ്ധതന്ത്രത്തിനെതിരെ ഇറാൻ പ്രതികരിച്ചത് ഒരു അത്ര നേരായിട്ടുള്ള മാർഗത്തിലല്ലാതെ എണ്ണക്കച്ചവടം നടത്തിയും നേരായിട്ടുള്ള മാർഗത്തിലല്ലാതെ പണം സ്വീകരിച്ചുമാണ്. അത്തരത്തിലുള്ള അവരുടെ കച്ചവടങ്ങളിലെ പ്രധാന പങ്കാളി അല്ലെങ്കിൽ പ്രധാന ഉപഭോക്താവ് അല്ലെങ്കിൽ ഉപഭോക്താക്കളിൽ ഒരാൾ തുർക്കിയായിരുന്നു. റജബ് തയ്യബ് എർദോഗൻ എന്ന തുർക്കിയുടെ രാഷ്ട്രപതി അടിസ്ഥാനപരമായിട്ട് ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുകയും പരസ്യമായത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. മറഞ്ഞൊന്നുമല്ല, ഒരു ഒളിവും മറവുമൊന്നുമില്ലായിരുന്നു. അതിന് പരസ്യമായിട്ട് ഞങ്ങൾക്ക് എണ്ണയുടെ ആവശ്യമുണ്ട്, ഇറാനിൽ നിന്ന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിലയ്ക്ക് ലഭിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളത് വാങ്ങുമെന്ന് അദ്ദേഹം എർദോഗൻ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. അതിനും അപ്പുറത്തേക്ക് ഒരു പ്രശ്നം ഇറാനും തുർക്കിയും നേരിട്ടത് ഇത്തരത്തിലുള്ളൊരു കൊടുക്കൽ വാങ്ങൽ നടക്കുമ്പോൾ ഈ സാമ്പത്തികം പണം എങ്ങനെ ഇറാനിൽ എത്തിച്ചേരുമെന്നുള്ള ഒരാശങ്കയായിരുന്നു. കാരണം അമേരിക്ക ഈ പണം കൈമാറുവാനുള്ള സാധ്യമായ എല്ലാ വഴികളും അടച്ചിരിക്കുകയായിരുന്നു, നിയമപരമായിട്ടുള്ള എല്ലാ വഴികളും. അതുകൊണ്ട് തന്നെ നിയമപരമല്ലാത്ത വഴികൾ സ്വീകരിക്കുവാൻ ഇറാനും തുർക്കിയും നിർബന്ധിതരായി. അതിന് അവരെ സഹായിച്ച വ്യക്തികളിൽ പ്രധാനിയായിരുന്നു ഒരു സ്വർണ്ണ വ്യവസായിയായ റസാ സറാബ്. ഈ ഒരു വ്യാപാരത്തിൻ്റെ ഇടനിലക്കാരനായി നിന്ന് കൃത്യമായിട്ട് തുർക്കിയിലെ ദേശീയ ബാങ്കായ ഹാൽക്ക് ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കിങ് സംവിധാനങ്ങളിലൂടെ അനധികൃതമായി പണം ഇറാനിലെത്തിക്കുന്ന പ്രവൃത്തി ചെയ്തു കൊണ്ടുവന്നു. അതിനുവേണ്ടി ഒരു വലിയ ശൃംഖല തന്നെ സൃഷ്ടിച്ചെടുക്കപ്പെട്ടിരുന്നു റസാ സറാബിൻ്റെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ മേൽനോട്ടത്തിലോ. കൃത്യമായിട്ട് ഈ റസാ സറാബ് മേൽനോട്ടമാണോ വഹിച്ചിരുന്നത് അതോ അയാൾ തന്നെയാണോ ഇതിൻ്റെ പിന്നിലുള്ള ബുദ്ധി കേന്ദ്രമെന്നുള്ളത് ഇപ്പോഴും അമേരിക്കയോ തുർക്കിയോ വെളിപ്പെടുത്തിയിട്ടില്ല, ഇറാനൊട്ട് വെളിപ്പെടുത്തുവാനും പോകുന്നില്ല. പക്ഷേ റസാ സറാബ് കുറേ കാലം മുമ്പ് വരെ, കൃത്യമായി പറഞ്ഞാൽ 2017 വരെ അമേരിക്കയുടെ കണ്ണിൽ വലിയൊരു കുറ്റവാളിയായിരുന്നു. കാരണം അമേരിക്കയെ സംബന്ധിച്ച് ശത്രു രാജ്യമായ ഇറാനെ സാമ്പത്തികമായി ഞെരുക്കുവാൻ അമേരിക്ക ശ്രമിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ളത് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ റസാ സറാബിനെ അമേരിക്ക അറസ്റ്റ് ചെയ്യുകയും നിയമപരമായി വിചാരണകൾക്ക് വിധേയനാക്കുകയും ചെയ്തു. ആ വിചാരണയുടെ പ്രാരംഭഘട്ടങ്ങളിലെല്ലാം വാദം കേട്ടിരുന്ന വിജ്ഞാനികളെല്ലാം പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ വിചക്ഷണന്മാർ പറഞ്ഞിരുന്നത്, കൃത്യമായിട്ട് 35 മുതൽ ഒരുപക്ഷെ 150 വർഷങ്ങൾ വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഈ സറാബിന് മേൽ ചാർത്തപ്പെട്ടിരിക്കുന്നത്. ഈ സറാബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ വളരെ വലുതായിരുന്നു. ക്ഷമിക്കണം, സറാബല്ല, റസാ സറാബ്. ഞാൻ സറാബ് എന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. റസാ സറാബ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ റസാ സറാബിൻ്റെ ബന്ധങ്ങൾ വളരെ ഉന്നത തലങ്ങളിലുള്ളതായിരുന്നു. എർദോഗനുമായി നേരിട്ട് ബന്ധമുള്ള അദ്ദേഹത്തിന് ഡൊണാൾഡ് ട്രംപുമായും നല്ല അടുപ്പമുണ്ട് എന്ന് പറയപ്പെടുന്നു. അത് പറയപ്പെടുന്നത് വെറുതെയല്ല. ഡൊണാൾഡ് ട്രംപ് 2ാം തവണ അമേരിക്കയുടെ രാഷ്ട്രപതിയായി ഭരണത്തിൽ ഏറിയതിനു ശേഷം ഈ റസാ സറാബിന് നേരെയുള്ള കേസുകളുടെ ഒരു കാഠിന്യം അല്ലെങ്കിൽ തീക്ഷ്ണത കുറഞ്ഞിട്ടുണ്ട്. അമേരിക്കയുടെ ഒരു നിയമ സംവിധാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാദിക്കുന്ന അറ്റോർണിക്ക് വേണമെങ്കിൽ പ്രതിക്ക് ശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഈ കേസുമായി മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഇത്ര ശിക്ഷ കൊടുത്താൽ മതി, ഞങ്ങൾ തമ്മിൽ ഒരു സമവായത്തിലെത്തിയിട്ടുണ്ട് എന്ന് കോടതി അറിയിച്ചാൽ ഒരു 100ൽ 99% അവസരങ്ങളിലും കോടതി അതിന് വഴങ്ങും. എന്തെങ്കിലും ഒരു അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യത്തിന് മാത്രമേ ഒരുപക്ഷെ കോടതിയോ ജൂറിയോ ഈ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഇഷ്ടത്തിനപ്പുറത്തേക്ക് കടന്ന് ഉള്ള എന്തെങ്കിലും വിധി പ്രഖ്യാപനങ്ങൾ നടത്തുവാറുള്ളൂ. അമേരിക്കയുടെ നിയമവ്യവസ്ഥ അങ്ങനെയാണ് ചലിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് 2ാമതും അമേരിക്കയുടെ രാഷ്ട്രപതി ആയതിനെ തുടർന്ന് അദ്ദേഹവും
എർദോഗനും തമ്മിലുള്ള ബന്ധം എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട്, നിഗൂഢമായ ചില കാരണങ്ങൾ കൊണ്ട് ഊഷ്മളമായി. അത് ഊഷ്മളമായതിൻ്റെ ഒരു പ്രതിധ്വനി ഉണ്ടായത് അല്ലെങ്കിൽ ഉയർന്നത് ഈ റസാ സറാബിൻ്റെ കേസിലാണ്. ഈ റസാ സറാബ് ആദ്യമേ ഞാൻ പറഞ്ഞു, അമേരിക്കയ്ക്കെതിരായി സാധ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ഇറാനും തുർക്കിക്കും ഇടയിൽ ഒരു പാലമായി നിന്നുകൊണ്ട് ചെയ്തൊരു വ്യക്തിയാണ്. ആ പ്രവൃത്തികളുടെ പേരിലായിരുന്നു അയാൾ വിചാരണ നേരിട്ടത്. അയാളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ആദ്യമൊക്കെ രക്ഷപ്പെടുവാൻ തൻ്റെ മുൻപിൽ മാർഗങ്ങൾ അധികമൊന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞ റസാ സറാബ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുമായി സഹകരിക്കുകയും തുർക്കിയിലെ പല വമ്പന്മാരും ഇത്തരത്തിലുള്ള ഇടപാടുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളതും അല്ലെങ്കിൽ അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നതുമായിട്ടുള്ള വിവരങ്ങൾ കൃത്യമായ തെളിവുകൾ സഹിതം റസാ സറാബ് അമേരിക്കൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറി. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആ പരിഗണന വെച്ച് ശിക്ഷയിൽ ഇളവ് അയാൾക്ക് ലഭിക്കുമെന്നുള്ളൊരു ചിന്ത പല നിയമജ്ഞന്മാരിലും ഉണ്ടായിരുന്നു. പക്ഷേ കാര്യങ്ങളുടെ പോക്ക്, പ്രോസിക്യൂഷൻ വളരെ ശക്തമായി തന്നെയാണ് ഒരു ഘട്ടം വരെ ഈ കേസ് വാദിച്ചിരുന്നത്. റസാ സറാബിന് കിട്ടാവുന്നതിൽ പരമാവധി ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി. പക്ഷേ ട്രംപ് രണ്ടാമത്തിൽ തവണ അധികാരത്തിലേറി എർദോഗനുമായുള്ള ഒരു സൗഹൃദം ഊഷ്മളമാക്കി. അതേ തുടർന്ന് ഈ പ്രോസിക്യൂഷൻ്റെ ഒരു മനോഭാവവും മാറി തുടങ്ങി. റസാ സറാബിന് നേരെ അവർ കൂടുതൽ മൃദുവായ ഒരു മനോഭാവം കാട്ടിത്തുടങ്ങി, പ്രത്യേകിച്ച് കോടതിക്കുള്ളിൽ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തുർക്കിയിലെ വിവിധ ബാങ്കുകൾക്കെതിരെയുള്ള നിയമ നടപടികൾ പിൻവലിക്കുവാൻ പ്രോസിക്യൂഷൻ യാതൊരു പ്രകോപനവുമില്ലാതെ കോടതിയിൽ അപേക്ഷ നൽകി. ന്യൂയോർക്ക് കോടതി 2 വർഷങ്ങൾക്ക് മുമ്പ് ആ അപേക്ഷ സ്വീകരിക്കുകയും അതിന് അനുവാദം നൽകുകയും ചെയ്തു. ഇപ്പോൾ ഈ ഹാൽക്ക് ബാങ്ക് പോലുള്ള തുർക്കിയുടെ പ്രധാനപ്പെട്ട ബാങ്കുകളുടെ മേലൊന്നും രൂക്ഷമായ കൃത്യമായിട്ടുള്ള നടപടികളോ എന്തെങ്കിലും ഒരു സാമ്പത്തിക ആക്രമണമെന്ന് തന്നെ പറയാവുന്ന രീതിയിൽ സാമ്പത്തികമായിട്ട് അച്ചടക്കം പഠിപ്പിക്കുവാനുള്ള കഠിനമായ വിധികളോ അല്ലെങ്കിൽ നടപടികളോ ഒന്നും അമേരിക്ക കൈക്കൊള്ളുവാൻ പോകില്ല എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഈ റസാ സറാബിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ പ്രോസിക്യൂഷൻ ഇപ്പോൾ അയാൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷ വാങ്ങിക്കൊടുക്കുവാനാണ് ശ്രമിക്കുന്നതെന്നാണ് അതേ നിയമജ്ഞർ തന്നെ പറയുന്നത്. ഏത് നിയമജ്ഞർ? 35 മുതൽ 150 വർഷങ്ങൾ വരെ കഠിന തടവ് ലഭിക്കുവാൻ തക്ക രീതിയിലാണ്, റസാ സറാബിന് ലഭിക്കുവാൻ തക്ക രീതിയിലാണ് പ്രോസിക്യൂഷൻ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ അതേ പ്രോസിക്യൂഷൻ തന്നെ നേരെ 180 ഡിഗ്രി ഇപ്പുറത്തേക്ക് മാറി, ഈ വശത്തേക്ക് മാറി റസാ സറാബിനെ രക്ഷിക്കുവാൻ ശ്രമിക്കുകയാണ്. ഇത്രയൊക്കെ ഈ റസാ സറാബിൻ്റെയും റസാ സറാബിൻ്റെ കഥയും ഡൊണാൾഡ് ട്രംപിൻ്റെയും എർദോഗൻ്റെയും ഊഷ്മളമായ ബന്ധത്തിൻ്റെയും കാര്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട എന്താണ് അതിന് പിന്നിലുള്ളൊരു ഗുണപാഠം? ഒരു ഗുണപാഠവുമില്ല. അടിസ്ഥാനപരമായി ഡൊണാൾഡ് ട്രംപും എർദോഗനുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധം ഊഷ്മളമാക്കുന്ന, അവർക്കിടയിലുള്ള ബന്ധം ഊഷ്മളമാക്കുക എന്നുള്ളത് ഭാരതത്തെ സംബന്ധിച്ച് അത്ര ഗുണകരമായൊരു കാര്യമല്ല. കാരണം എർദോഗൻ എന്ന വ്യക്തി അടിമുടി ഇസ്ലാമിനെ വിറ്റ് തൻ്റെ ഭരണവും തൻ്റെ കുടുംബത്തിൻ്റെ ഭരണവും തനിക്ക് ശേഷം ഒരു ഓട്ടോമാൻ സാമ്രാജ്യം പോലൊരു സാമ്രാജ്യം തൻ്റെ ഒരു ലെഗസിയായി അവശേഷിക്കണമെന്നുള്ള ഒരു ഭ്രാന്തമായ മനസ്സോടുകൂടി രാജ്യം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഭരണാധികാരിയാണ്. അത്തരത്തിലുള്ളൊരു ഭരണാധികാരി എല്ലാ കാലത്തും കശ്മീർ വിഷയത്തിലുൾപ്പെടെ ഭാരതത്തിനെതിരെ മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്ന് തന്നെയുമല്ല, പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനിലെ ഭീകരവാദികളുടെയും പാകിസ്ഥാൻ സൈന്യത്തിൻ്റെയും തന്നെ നട്ടലൊടിക്കുവാനായി ഒടിച്ച ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിക്കെതിരെ പാകിസ്ഥാന് ഭാരതത്തെ ആക്രമിക്കുവാൻ നിരവധി ഡ്രോണുകൾ നൽകിയ രാജ്യം കൂടിയാണ് തുർക്കി. അത്തരത്തിലുള്ളൊരു വ്യക്തിക്ക് ഡൊണാൾഡ് ട്രംപിനെ പോലെ ഇപ്പോൾ ഏതാണ്ട് മാനസിക നില തെറ്റിയ രീതിയിൽ പെരുമാറുന്ന ഒരു ഭരണാധികാരിയെ, അമേരിക്ക പോലുള്ളൊരു ശക്തമായ രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ സുഹൃത്തായി ലഭിച്ചാൽ ഭാരതത്തെ സംബന്ധിച്ച് ഒട്ടും ഗുണകരമായൊരു വാർത്തയായിരിക്കില്ലത്. ഇറാൻ ഉൾപ്പെടെയുള്ള ഒരു ചെക്ക് ഫോഴ്സുകൾ അവിടെയുണ്ട്. ഇവരെയൊക്കെ ഒരു തടയിടുവാനുള്ള ശക്തികൾ മധ്യപൂർവ്വേഷ്യയിൽ ഉണ്ടെങ്കിൽ തന്നെ ഇറാനെ കുറിച്ച് വ്യക്തിപരമായി നമ്മൾ എന്ത് അയത്തുള്ള ഖൊമേനിയും എല്ലാം നമ്മൾ ട്രോള് ചെയ്താലും ഭാരതവും ഇറാനും തമ്മിലുള്ള പൗരാണിക ബന്ധം മുതൽ ഇന്നേ ദിവസം വരെയുള്ള ബന്ധം എല്ലാ കാലത്തും ഊഷ്മളമായൊരു ബന്ധമായിരുന്നു. മരിച്ചുപോയ ഖൊമേനി പല വട്ടം കശ്മീരിനെ സംബന്ധിച്ച് കണ്ണീരൊഴുക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഭാരതവും ഇറാനുമായിട്ടുള്ള ബന്ധം എല്ലാ കാലത്തും ഊഷ്മളമായിരുന്നു. അത്തരത്തിലുള്ള ചില സ്വാധീന ശക്തികൾ, ഗണ്യമായ സ്വാധീനശേഷിയുള്ള മധ്യപൂർവ്വേഷ്യയിൽ സ്വാധീനശേഷിയുള്ള ശക്തികൾ ഭാരതത്തിൻ്റെ സുഹൃത്തുക്കളായോ അല്ലെങ്കിൽ സുഹൃത്തുക്കളായേക്കാവുന്ന രാജ്യങ്ങളായോ മധ്യപൂർവ്വേഷ്യയിൽ ഉണ്ട്. പക്ഷേ അമേരിക്കയും തുർക്കിയും തമ്മിലുള്ളൊരു സൗഹൃദം എന്ന് പറയുന്നത് നാറ്റോ സഖ്യത്തെ കൂടുതൽ ബലപ്പെടുത്തും. പ്രത്യേകിച്ച് നാറ്റോ സഖ്യം ഈ
മധ്യപൂർവ്വ ഏഷ്യയിൽ ഇറാന് നേരെയുള്ള ആക്രമണത്തിൻ്റെ കാര്യത്തിൽ അമേരിക്കയെ വേണ്ടത്ര പിന്തുണച്ചില്ല. അതുകൊണ്ട് തന്നെ നാറ്റോ സഖ്യത്തിൽ നിന്ന് അമേരിക്ക പിന്മാറുവാൻ പോവുകയാണ് എന്നൊരു നിലപാട് ഇടയ്ക്കിടെ ട്രംപ് പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ എർദോഗനുമായൊരു സൗഹൃദമുണ്ടായാൽ നാറ്റോ സഖ്യം വിടുവാനുള്ള തീരുമാനം ഒരുപക്ഷെ ട്രംപ് ഉപേക്ഷിച്ചെന്ന് തന്നെ വരും. ഓർത്തു വെച്ചോളൂ പ്രേക്ഷകരോട് ഇപ്പോൾ ഞാനൊരു പ്രവചനം പോലെ പറയുന്നു. ഇവർ തമ്മിലുള്ള സൗഹൃദം ഈ ട്രംപിൻ്റെ ഭ്രാന്തോ എർദോഗൻ്റെ ഭ്രാന്തോ കാരണം നാളെയോ മറ്റന്നാളോ അടിച്ച് പിരിഞ്ഞു പോയില്ലെങ്കിൽ വരും നാളുകളിൽ നാം കാണാൻ പോകുന്നത് നാറ്റോ സഖ്യത്തിനുള്ളിൽ ഒരു വലിയ അധികാര അച്ചുതണ്ട് രൂപപ്പെടുവാൻ പോവുകയാണ്. ട്രംപിൻ്റെ നേതൃത്വത്തിൽ എർദോഗൻ ഒരു ഉപനേതാവായി മാറുന്ന ഒരു അച്ചുതണ്ട്. ഉപനേതാവാകുവാൻ എർദോഗന് യാതൊരു മടിയുമുണ്ടാവില്ല. കാരണം ട്രംപിൻ്റെ പ്രസിഡൻ്റ് എന്നുള്ള നിലയിലെ കാലാവധി താമസിയാതെ അവസാനിക്കും. വലിയ വിപ്ലവങ്ങൾ നടത്തി വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ്സിലും സെനറ്റിലും റിപ്പബ്ലിക് പാർട്ടി ജയിച്ച് കയറി വരുന്നൊരവസ്ഥയിലല്ലാതെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും ഭരണഘടനയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭേദഗതി വരുത്തി 2 തവണ മാത്രമേ ഒരാൾക്ക് പ്രസിഡൻ്റായിരിക്കുവാൻ അധികാരമുള്ളൂ. അതായത് 8 വർഷങ്ങൾ മാത്രമേ ഒരാൾക്ക് ഒരു വ്യക്തിക്ക് അമേരിക്കയുടെ രാഷ്ട്രപതി സ്ഥാനത്തിരിക്കുവാനുള്ള അധികാരമുള്ളൂ എന്നുള്ള നിയമം ട്രംപ് ഭേദഗതി ചെയ്തില്ലെങ്കിൽ വലിയ താമസമില്ലാതെ വൈറ്റ് ഹൗസിൻ്റെ പടിയിറങ്ങി ട്രംപിന് പോകേണ്ടി വരും. പക്ഷേ എർദോഗനെ സംബന്ധിച്ച് എർദോഗൻ ഒരു ഏകാധിപതി ആയതിനാൽ അയാൾക്ക് അയാളുടെ ജീവിതാവസാനം വരെ തുർക്കിയുടെ ഭരണസിംഹാസനത്തിൽ അമർന്നിരിക്കാം. അതുകൊണ്ട് തന്നെ ട്രംപുമായൊരു ഊഷ്മള ബന്ധമുണ്ടാക്കി നാറ്റോയിൽ ഒരു ഉപനേതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന എർദോഗൻ ട്രംപിൻ്റെ പടിയിറക്കത്തോടുകൂടി അത്രത്തോളം ശക്തനും അല്ലെങ്കിൽ ഒരുപക്ഷെ പൊതുമണ്ഡലത്തിൽ വളരെ ആക്രമണോത്സുകത പ്രകടിപ്പിച്ച് എതിരാളികളെ ആക്രമിക്കുന്ന ഒരു നേതാവ് പകരം അമേരിക്കയിൽ നിന്ന് ഉയർന്നു വരുവാൻ ഇനിയും കുറച്ച് സമയമെടുത്തേക്കാം. ട്രംപിന് പകരം അമേരിക്കയിൽ നിന്ന് ഉയർന്നു വരുവാനോ അല്ലെങ്കിൽ ട്രംപിന് പകരം ഒരാളെ കണ്ടെത്തുവാൻ അമേരിക്ക തന്നെ കുറച്ച് വിഷമിക്കേണ്ടി വന്നേക്കാം. ആത്യന്തികമായി ട്രംപ് എന്നുള്ളത് ഈ ഭ്രാന്തുള്ള ഒരു ദേശസ്നേഹിയായ മനുഷ്യനാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ദേശത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പല പ്രവൃത്തികളും അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് നേർവിപരീതമാണ്. പറഞ്ഞു വന്നത് ട്രംപ് വൈറ്റ് ഹൗസിൻ്റെ പടിയിറങ്ങി പോകുമ്പോൾ നാറ്റോയിൽ ഏക നേതാവായി ആര് ഉയർന്നു വരും? എർദോഗൻ ഉയർന്നു വരും. അത്തരത്തിലുള്ളൊരു വളരെ ദീർഘകാലത്തേക്കുള്ളൊരു പദ്ധതിയാണ് എർദോഗൻ തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് ബഹുരാഷ്ട്ര വിദഗ്ധർ പറയുന്നത്. ഏറെക്കുറെ സാഹചര്യങ്ങൾ നാം ഒന്ന് നിരീക്ഷിക്കുമ്പോൾ അത് ശരിയാണെന്ന് തോന്നുകയും ചെയ്യും. അപ്പോൾ ഭാരതത്തെ സംബന്ധിച്ച് ഞാൻ പലപ്പോഴും ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു 2026 അത്ര സുഖകരമായൊരു വർഷമായിരിക്കില്ല ലോകത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഭാരതത്തെ സംബന്ധിച്ചും. കൂടുതൽ വെല്ലുവിളികൾ ഭാരതത്തിൻ്റെ മുമ്പിൽ ഉയർന്നു വരികയാണ്. വരും ദിവസങ്ങളിൽ ഏത് രീതിയിലായിരിക്കും ഭാരതവും ഭാരതത്തിൻ്റെ പുതിയ സുശക്തമായ സർക്കാരും അതിനെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളുമായി കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.